ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പെറ്റൂണിയാസ് റൂട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ വേടിച്ച 2 പെറ്റൂണിയയും ഉണ്ട്. റെഡും യെല്ലോയാണ് വേടിച്ച പെറ്റൂണിയ. വേടിച്ചിട്ടിപ്പോൾ 2 വീക്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും അതൊന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ 3 പോട്ടുകൾ പഴയ ഹോയിൽ നിന്ന പോട്ടുകളാണ്. ഇത് എൻ്റെ വൃത്തികേടൊന്ന് മാറ്റാനായിട്ട്, ഒരുപാട് ഭംഗി കൂട്ടാനൊന്നും അല്ല, എൻ്റെ വൃത്തികേടൊന്ന് മാറി കിട്ടാനായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നലെ ഈവനിങ് ഞാനത് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ പെറ്റൂണിയസിനെ എല്ലാം ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. റൂട്ട് പിടിപ്പിച്ച് വെച്ച പെറ്റൂണിയാസ് എല്ലാം നമ്മുടെ ഡബിൾ പെറ്റലിൻ്റെ പെറ്റൂണിയാസ് ആണേ. ഈ പെറ്റൂണിയ നിൽക്കുന്ന നിപ്പിലാണ് പെട്ടെന്ന് അസുഖം വന്ന് അത് കേടായി പോകുന്നത്. അതിന് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് മുന്നയാണ്. മുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ള ഫംഗസ് ഉണ്ടല്ലോ, ഒരു വെള്ള പൂപ്പൽ പോലുള്ളൊരു ഇൻഫെക്ഷനാണ് വന്നിട്ട് പെട്ടെന്ന് നശിച്ചു പോകുന്നത്. ഇപ്പം നടാൻ പോകുന്നത് നമ്മുടെ യെല്ലോ പെറ്റൂണിയാണ്. മണ്ണും മണലും ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പെറ്റൂണി മേടിച്ചത് അശ്വതി സീഡ്ലിംഗ് ഫാം എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ കയ്യിൽ നിന്നാണ്. വളരെ സേഫായിട്ടാണ് എൻ്റെ കൈകളിൽ കിട്ടിയത്. പക്ഷേ ആ ടൈമിൽ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് അതിനെ സേഫ് ആക്കണമെന്നുള്ള ഉണ്ടാവുള്ളൂ. വീഡിയോ എടുക്കണമെന്നൊന്നും ഞാൻ ഓർത്തില്ല. സ്പീഡ് പോസ്റ്റിലാണ് അയച്ചത്. അതുകൊണ്ട് പ്ലാന്റ് വന്നപ്പോഴേ എനിക്ക് പോയി കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. കൊറിയർ അയക്കുന്ന പ്ലാന്റ്സൊക്കെ നമ്മൾ ഒരുപാട് അതിന് വെയിറ്റ് ചെയ്യിക്കാതെ കൊറിയർ ഓഫീസിൽ വന്നു കഴിയുമ്പോൾ തന്നെ പോയി കളക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ പ്ലാന്റ് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നത് കടയ്ക്കൽ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അയച്ച നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് കിട്ടിയത്. അല്ലെങ്കിലും നല്ല സേഫ് ആയിട്ടുള്ള നല്ല പാക്കിംഗ് ആയിരുന്നു. പ്ലാന്റിനെ അതുപോലെ കെയർ ചെയ്താണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൈകളിൽ കിട്ടുമ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പകുതി ഹാപ്പി ആവുമല്ലേ. ഇതുവരെ അവർക്ക് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇനി അങ്ങോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അങ്ങനെ ഇരുന്നിട്ട് നടുവൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മോൻ കൊരണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. ഇതൊന്ന് ഫ്ലവറൊക്കെ ആയിക്കഴിയുമ്പോൾ കുറച്ച് പെറ്റൂണിയാസും കൂടി മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി പെറ്റൂണിയാസ് ഉണ്ടേ. പെറ്റൂണി വേണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ കേട്ടോ. എൻ്റെ ഇവിടുത്തെ ക്ലൈമറ്റിന് നല്ല പിടിക്കുന്ന ഒരു പ്ലാന്റാണ് പെറ്റൂണിയ. വെയിലടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വാടുമെങ്കിലും കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും. പക്ഷെ പെട്ടെന്നാണ് ഈ പറഞ്ഞ പോലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്ന് മൂടോടെ ചീഞ്ഞു പോകുന്നത്. വീക്കിലി 2 ടൈംസ് എങ്കിലും വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കണം. വീക്കിലി വൺസ് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ചെയ്തു കൊടുത്താലും ഇടയ്ക്ക് നമ്മളൊന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാനേ കഴിയില്ല. അതുകൊണ്ട് ബ്രാഞ്ചസ് ആയിക്കഴിഞ്ഞ ഉടനെ തന്നെ കട്ടിങ്സ് എടുത്ത് വെച്ച് പുതിയ പ്ലാന്റ്സ് പിടിപ്പിക്കണം. ബ്ലൂ ഡബിൾ പെറ്റൽ പെറ്റൂണിയ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു. പെട്ടെന്നാണ് അതെല്ലാം നശിച്ചു പോയത്. അന്നത്തെ എന്തോ സിറ്റുവേഷൻ കാരണം പ്ലാന്റ്സ് ഒന്നും പിടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ഒരു കട്ടിങ് വെച്ച് ഒരു പ്ലാന്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ല ഫ്ലവർ ചെയ്ത് നിൽക്കുമായിരുന്നു. കഴിഞ്ഞ മാസമൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് അതിനും ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് പോയത്. പക്ഷെ അതിൽ നിന്നും കട്ടിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. പെട്ടെന്ന് പോയാലും കട്ടിങ്സ് ഒക്കെ എടുത്ത് വെച്ച് വേറെ പ്ലാന്റ്സ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകാതെ കിട്ടും. അപ്പോൾ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കട്ടിങ്സ് എടുത്ത് വെച്ച് റൂട്ടൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കണേ. ഡബിൾ പെറ്റൽ പെറ്റൂണിയ ഞാൻ ഒരു പോട്ടിൽ 2 എണ്ണം വെച്ച് നട്ടിട്ടുണ്ട്. പേപ്പർ ഗ്ലാസ്സിൽ നട്ട് റൂട്ട് പിടിപ്പിച്ചത് കാരണം അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ. അതുമല്ല നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ്. ഇത് റൂട്ട് പിടിക്കാൻ നമ്മുടെ റെഡ് കളറിലുള്ള മണ്ണ്, ചുമന്ന മണ്ണ് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇതുപോലുള്ള കറുത്ത മണ്ണാണേ. അതിനകത്ത് ഞാൻ മണലും കൂടെ ചേർത്തിട്ടാണ് വെച്ചത്. അതുകൊണ്ട് ആ ഗ്ലാസ്സിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ റൂട്ട് ഷെയ്ക്കാവാതെ പതുക്കെ റിമൂവ് ചെയ്തെടുക്കണേ. ഗ്ലാസ് വീണ്ടും 1-2 തവണ കൂടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഗ്ലാസ് കീറി എടുക്കാഞ്ഞത്. വേറെ 1-2 പ്ലാന്റ് നട്ടപ്പോൾ ഞാൻ ഗ്ലാസ് കീറിയിട്ടാണ് നട്ടത്. കാരണം അത് 2-3 വട്ടം നമ്മൾ യൂസ് ചെയ്ത ഗ്ലാസ് ആയിരുന്നേ. ഈ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേനും പേപ്പർ ഗ്ലാസ് പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകും. എന്നാലും നമുക്ക് പ്രശ്നമില്ല. ഇതുപോലെ റൂട്ട് പിടിപ്പിക്കാനൊക്കെ നല്ലതാണേ. മണ്ണിടുമ്പോൾ നമ്മൾ റൂട്ട് പിടിപ്പിക്കാൻ വെച്ച മണ്ണിൻ്റെ മുകളിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. അത്രയും ഭാഗത്ത് മാത്രം മണ്ണിട്ടാൽ മതി. അത് ഏത് പ്ലാന്റ് നട്ടാലും അങ്ങനെ നടുന്നതാണ് കുറച്ച് സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി 2 പെറ്റൂണിയയും കൂടെ നടാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു പോട്ടിനെ ഒഴിവാക്കി കൊണ്ടുവന്നിട്ടുണ്ട്.
ഇതെല്ലാം നിന്ന് കുറച്ചൊന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം 1-2 ദിവസം. എന്നിട്ട് പതുക്കെ പതുക്കെ വേണം നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ. കാരണം ഇത്രയും നാൾ ഇവർ നല്ല ഷെയ്ഡിലിരുന്നതാണ്. അന്ന് നമ്മൾ റൂട്ട് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചൈനീസ് ബോൾസും കൂടി മാറ്റി നടാനുണ്ടായിരുന്നേ. പക്ഷേ അതിനി വേറെ പോട്ടൊന്നും ഇല്ല. ഞാനൊരു സ്ഥലം അതിനുവേണ്ടി കണ്ടുപിടിച്ചു. അതിൻ്റെ വേറൊരു ചൈനീസ് ബോൾസ് നിൽക്കുന്ന പോട്ടിൻ്റെ സൈഡിലേക്ക് നട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ ഗ്ലാസ് ഫ്രീ ആണല്ലോ, അപ്പോൾ അതിന് വെറുതെ ഫ്രീ ആക്കി ഇരുത്തണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ ആ വെരിഗേറ്റഡ് ആയിട്ടുള്ള ചൈനീസ് ബോൾസ് അതിൻ്റെ ഒരു കട്ടിങ് ഇതിൽ നട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വാട്ടർ മെലൺ പെലോണിയ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അവിടെ 2 പെറ്റൂണിയാസ് ഹാങ് ചെയ്തിടാനുണ്ടേ. ആ ഡയാന്തസ് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് ഈ ഡയാന്തസ് കാണുമ്പോൾ ഇനിയും കുറേ കൂടി ഡയാന്തസിൻ്റെ പല വെറൈറ്റീസ് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ഒരു ടൈപ്പ് വെച്ച് നമ്മൾ സക്സസ് ആയി കഴിയുമ്പോൾ അതിൻ്റെ പല വെറൈറ്റീസ് കൊണ്ടുവന്ന് നമുക്ക് ഗാർഡൻ ഫില്ലാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ. പക്ഷേ ഡയാന്തസിൻ്റെ പല വെറൈറ്റീസ് ഞാനിപ്പോൾ അന്വേഷിച്ച് നടക്കുകയാണേ. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ല ടെമ്പറേച്ചർ ആയതുകൊണ്ട് നഴ്സറിക്കാർ ചൈനീസ് ബോൾസോ അങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും അധികം എടുത്ത് വെക്കാറില്ല കേട്ടോ. ഇത് പെറ്റൂണിയ 2 പോട്ടിലുണ്ട്. ഒരെണ്ണം ഹാങ് ചെയ്തിട്ടിട്ട് അതിൻ്റെ അടിഭാഗത്താണ് വേറൊരെണ്ണം ഹാങ് ചെയ്തിടുന്നത്. സേഫ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം നമ്മൾ ഈ മെറ്റലിൻ്റെ ഹാങ്ങർ ആയത് കാരണം ഹാങ്ങറിലേക്ക് കൊളുത്തിയിടാൻ പറ്റില്ല. ഞാൻ ആ ഹോളിലാണ് കൊളുത്തിയിട്ടേക്കുന്നത്. നിലവിൽ നമ്മുടെ വൈറ്റ് പെറ്റൂണിയാണ് കുറച്ച് ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.